കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഏഷ്യ ലൈവ് ടിവിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. മതവും വിശ്വാസവും ഇതിനെപ്പറ്റി പറയുമ്പോൾ പൂർവികമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ആചാരത്തിൽ വിശ്വസിക്കും, എന്തിനെയെങ്കിലും ഉൾക്കൊള്ളും. നമ്മുടെ മനസ്സിലെ വേദനകള്, ദുഃഖങ്ങള് മാറ്റപ്പെടുവാനും നമ്മുടെ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുവാനും നമ്മുടെ വൈഷമ്യങ്ങളെ പലതിനെയും തരണം ചെയ്യുവാനും ഈ വിശ്വാസത്തിന് സാധ്യമാകും. വിശ്വത്തിലെ ശ്വാസമായിരിക്കുന്ന വായു, ശുദ്ധമായ ഓക്സിജനെ നമ്മൾ സ്വീകരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ വെളിയിൽ കളയുന്നു. ഇതിനെ സസ്യങ്ങൾ സ്വീകരിക്കുന്നു. ഫലമായിട്ട് വീണ്ടും പുനർജനികൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇപ്രകാരം പോലെ ഈ വിശ്വാസവും ആചരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതൊരു മതം എന്ന് പറയുമ്പോൾ ക്രിസ്തീയ വിശ്വാസം നല്ലതല്ലേ? ആ വിശ്വാസത്തിൽ ഉറച്ച് അവർ അവരുടെ വേദപുസ്തകങ്ങൾ വായിക്കുന്നു. അതിൽ നിഷ്ഠ അത്യാവശ്യമാണ്, അതിൽ അനുഷ്ഠാനങ്ങൾ ആവശ്യമാണ്. ആ വിശ്വാസത്തില് കൂടെ മനസ്സിൻ്റെ ആ വൈഷമ്യങ്ങളെ പലതിനെയും തരണം ചെയ്യാൻ കഴിയും. മുസ്ലിം വിഭാഗങ്ങൾ നോയമ്പ് നോക്കുന്നു, ഒരു ത്യാഗം തന്നെയാ. അപ്പൊ ഇതുപോലെ ആ ത്യാഗത്തിലൂടെ, നോയമ്പിലൂടെ, നിസ്കാരങ്ങളിലൂടെ, ഇഷാ ചെയ്യുന്നു, ഇങ്ങനെ ബുഖരീബ് ചെയ്യുന്നു. ഓരോ നിസ്കാരങ്ങളിലൂടെയും ഓരോ കാര്യങ്ങളും ചെയ്ത് ആ അനുഷ്ഠാനത്തിലൂടെ ആ പടച്ച തമ്പുരാന്റെ, അള്ളാഹുവിൻ്റെ പ്രീതി ലഭ്യമാക്കുവാൻ അവർ ശ്രമിക്കുന്നു. ഇപ്പോൾ പറയും മതം. ഒരാൾ പറയും പരമാത്മാവ്, ഭഗവാൻ പരമാത്മാവാ, പരമമായിരിക്കുന്ന ആത്മാവ്. അതേപോലെ ഒന്നാണ് പരിശുദ്ധമായിരിക്കുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവ്. അതുപോലെ ഒന്ന് തന്നെയാ പടച്ചവൻ. ഇതിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ കണ്ടെത്താൻ എങ്ങനെ കഴിയും? പക്ഷെ അവർ ചെയ്യുന്ന ആ വിശ്വാസം, അത് ആ മതത്തിൻ്റെ ആചാരത്തിലൂടെ പല തെറ്റുകളെയും, പല വൈഷമ്യങ്ങളെയും, പല വിജ്ഞാനങ്ങളെയും, പല കാര്യങ്ങളെയും നേർവഴിക്ക് നയിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് മതവും വിശ്വാസവും ഏകീകരിച്ച് കാലങ്ങളോളം, ഭൂമിയുള്ളിടത്തോളം കാലം, മനുഷ്യനുള്ളിടത്തോളം കാലം, മനനം ചെയ്യുന്ന മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ഇത് നിലനിന്നു പോകുന്നത്. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.